ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങായും ചേർത്തുള്ള ഒരു കുഴക്കട്ടയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ക്യാരറ്റ് എടുത്ത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കഴുകി കൊണ്ടുവന്നിരിക്കുന്ന ക്യാരറ്റിന്റെ തൊലിയെല്ലാം ഒന്ന് കളയുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇതൊന്ന് ചീകിയെടുക്കുക. സാധാരണ കുഴക്കട്ട തയ്യാറാക്കുമ്പോൾ ഉണ്ടശർക്കരയും തേങ്ങാക്കൊത്തും അതുപോലെ ഏലയ്ക്ക, ജീരകം ഇവയൊക്കെ ചേർത്താണ് ഇതിന്റെ മസാല തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ക്യാരറ്റും കൂടെ ചേർത്തുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്. ചീകിയെടുത്ത് ക്യാരറ്റിന്റെ മസാല ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ തേങ്ങ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതും നേരത്തെ ക്യാരറ്റ് ചീകിയതുപോലെ ഇതേ രീതിയിൽ ഒന്ന് ചീകിയെടുക്കുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ ഒന്ന് വെച്ചു കൊടുക്കുക. ഇതിനകത്തേക്ക് സ്വല്പം വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒന്ന് ചെറുതായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം വെള്ളത്തിനകത്ത് ഏകദേശം ഒരു പകുതി ഭാഗമെങ്കിലും ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. പഞ്ചസാരയെല്ലാം ഏകദേശം ഒരു പകുതിയോളം ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ തേങ്ങയുടെ 1/4 പാല് തന്നെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 1-2 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ആ ഒരു തേങ്ങാപ്പാലും ആ ഒരു പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടെ ഇതേ രീതിയിൽ മിക്സ് ആയി വരുന്നതാണ്. കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ് നമുക്ക് ചീകി എടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു ക്യാരറ്റും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രുചിയാണ് ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചീകിയതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങ ചീകിയതും ക്യാരറ്റും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ജീരകം അല്പം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം അത് അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ മിൽക്ക് മെയ്ഡാണ് മേടിച്ചിരിക്കുന്നത്. അതിന്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇതിനകത്തേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ക്യാരറ്റും തേങ്ങായും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം കുഴക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതിനകത്തേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് ഇളക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് വെള്ളം എല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ രണ്ടാമത് വീണ്ടും ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഇത് പകുതി ഭാഗത്തോളം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ വീണ്ടും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി കൈകൊണ്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചൊന്ന് എടുക്കാം. ഇപ്പൊ ഇതുപോലെല്ലാം കുഴച്ച് നമ്മൾ റൊട്ടിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഇതൊരു ബോൾ പരുവത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് എടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഒന്ന് എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെയേറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാരറ്റ് ആണെങ്കിലും അതുപോലെ തേങ്ങായും ഇവ രണ്ടും തമ്മിലുള്ള ആ ഒരു ചേരുവ ഒരു വ്യത്യസ്തമായ രുചി തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന വീട്ടിലെ കുഴക്കട്ടായുടെ അതേ രീതിയിലുള്ള ഒരു രീതിയിലല്ല ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും വീഡിയോ തുടർച്ചയായിട്ട് കാണുമ്പോൾ അത് മനസ്സിലാകും ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വ്യത്യസ്തത വരുത്തിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ഇതുപോലെ ബോൾ പോലെ ഉരുട്ടിയെടുത്തിരിക്കുന്ന ആ ഒരു മാവ് ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിന്റെയും അതുപോലെ തന്നെ തേങ്ങയുടെയും മസാല ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക.
എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നല്ല ബോൾ പരുവത്തിലാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കുഴക്കട്ട മാത്രം തയ്യാറാക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെല്ലാം ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ആവശ്യാനുസരണം തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ച് ബോള് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിരിക്കുന്ന ഇനി ഒരു ബോള് ക്യാരറ്റ് ചീകി പൊടിയായിട്ട് ചീകിയ ആ ഒരു അതിനകത്തേക്ക് നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. കണ്ടില്ലേ, അതിന്റെ പുറത്തെല്ലാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ ഒരു 3 ബോള് എടുത്ത് ഇതേപോലെ ക്യാരറ്റിന്റെ ചീകി എടുത്തതിനകത്താണ് ഞാൻ ചേർത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത്. പിന്നീട് ഒരു 3 ബോള് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് തേങ്ങ ഇതുപോലെ ചീകി എടുത്തിട്ട് അതിനകത്ത് പച്ച കളറൊക്കെ ചേർത്ത് ആ ഒരു തേങ്ങ ചീകി എടുത്തതിലാണ് ഇതിനി മറ്റൊരു 3 ബോളുകൾ ഞാൻ പുരട്ടിയെടുക്കുന്നത്. കണ്ടില്ലേ, തേങ്ങ നമ്മൾ ചീകി എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് അല്പം കളർ ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഉണക്കാൻ വെക്കുക. അങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്. അല്ലാതെ ഇത് കടകളിലൊന്നും ഇതുപോലെ കളറുള്ള തേങ്ങ ചീകിയത് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കളർ ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കണ്ട. കഴിയുന്നിടത്തോളം കളർ ചേർക്കാതെ തന്നെ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ഇവിടെ പോലെ വീഡിയോയിൽ നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് കളർ ചേർത്തിരിക്കുന്നത്. തന്നെയല്ല, ഞാൻ ചേർത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കളർ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള കളറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അല്പം കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ ഒരു ഇഡലിക്കുട്ടകം വെച്ച് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പൊ ഞാനൊരു ഇഡലിക്കുട്ടകം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ മസാല, അതായത് ചീകി എടുത്ത ക്യാരറ്റും തേങ്ങായും എല്ലാം പുരട്ടിയെടുത്ത കുഴക്കട്ടയുടെ ഒരു ബോൾ പോലെ ആക്കിയത് ഇഡലിക്കുട്ടകത്തിനകത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മൂടി വെച്ച് ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. മൂടി വെച്ച് അടച്ച് ഏകദേശം ഒരു 15 മിനിറ്റ്, അതായത് 10 മിനിറ്റിനും 15 മിനിറ്റിനും സമയത്തിനുള്ളിൽ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് സമയത്തോളം അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് തുറന്നെടുക്കുക. അതിനുശേഷം കണ്ടില്ലേ, നമ്മുടെ കുഴക്കട്ടെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കും വളരെയേറെ ഇഷ്ടപ്പെടും. അതുപോലെ കുട്ടികൾക്ക് 4 മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വരുമ്പം അവർക്കൊരു 4 മണി പലഹാരമായിട്ട് കൊടുക്കുന്നതും ഇത് വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിൽ ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണിത്. ഇത് ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു.